ഹലോ. ഇവിടെ ചെന്നൈയിലെ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മഴ പെയ്യുമ്പോൾ. പിന്നെ അങ്ങോട്ട് ആകെ മൂടി കെട്ടിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മൂടി കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചേഞ്ച് വേണ്ടേന്ന് ആലോചിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഒരുങ്ങിയിട്ട് പുറത്തൊന്ന് പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു ഐഡിയയിലാണ് കേട്ടോ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെയാണ് കേട്ടോ പുറത്തു പോകാൻ ഒരുങ്ങുന്നത്. എവിടെ പോകണം, എങ്ങനെ പോകണം, എന്തിനു പോകണം, എപ്പോൾ വരണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഒരുങ്ങുന്നത് കണ്ട പിന്നെ പിള്ളേർ വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവളെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് എവിടെ വരണം എന്ന് ചോദിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നല്ല അടിപൊളിയായിരിക്കില്ലേ? ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് കോഫി ഉണ്ടാക്കി തരുന്ന ഈ ആളെക്കുറിച്ചാണ്. കോഫി കുടിച്ച് ഒരു അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ടും എവിടെ പോകണം എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹരിച്ചും കുണിച്ചൊക്കെ നോക്കിയപ്പോൾ മാളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറം മാളിലേക്കാണ് കേട്ടോ. മാളിൽ പോയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ, വെറുതെ ചുമ്മാ. മോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പിംഗ് ചെയ്യുന്നേക്കാളും സന്തോഷം തരുന്നൊരു കാര്യം ഒരുപാട് സാധനങ്ങളിങ്ങനെ കണ്ടും തൊട്ടൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഷോപ്പിലൊക്കെ കയറി ഒന്നും വാങ്ങാതെ തിരിച്ചിറങ്ങി. എന്തായാലും നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് അടിക്കാതെ വേറൊരു പരിപാടിയില്ല. ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ ഗംഭീര തിരക്ക്. കുറേ നാളായി പാസ്ത കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും പാസ്ത ഓർഡർ ചെയ്തു ഞങ്ങൾ. പാസ്ത കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ക്രീമി ആയിരുന്നു, നല്ല യമ്മി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മടുത്തു കേട്ടോ. എനിക്കിങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന ഇങ്ങനെയുള്ള ഫുഡ്സൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് പെട്ടെന്ന് മടുക്കും. എന്നാലും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കഷ്ടപ്പെട്ട് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന വഴിയിലുള്ള കടകളിലൊക്കെ കയറി നോക്കി. ഞങ്ങളൊന്നും വാങ്ങിയില്ല. ഒന്നും വാങ്ങിത്തരുന്നില്ല പറഞ്ഞിട്ട് പട്ടു ഭയങ്കര ബഹളം. അതുകൊണ്ട് ലൈഫ് സ്റ്റൈലിൽ കയറിയിട്ട് പട്ടുവിനും ചുണ്ടുവിനും ഒരേപോലെയുള്ള 2 ടോപ്പ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. സമയം ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടോ. എന്തായാലും ലേറ്റായി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.